അങ്ങനെ വാഴ 2 100 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ. അപ്പോൾ അതിനൊപ്പം തന്നെ ഇത്രയും നാളും ഇല്ലായിരുന്ന കുറേ വിവാദങ്ങളും വാഴയെ ചുറ്റിപ്പറ്റി പൊങ്ങി വന്നിരിക്കുന്നു. സ്വാഭാവികമാണ്. കാരണം നമ്മൾ മലയാള സിനിമയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിറ്റടിക്കുന്ന സിനിമകൾക്ക് എന്തായാലും അതിൻ്റെ പുറകിലൊരു വിവാദം എന്നും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് അതിൽ വിജുക്കുട്ടൻ ചെയ്ത കഥാപാത്രം. വിജുക്കുട്ടൻ ചെയ്ത കഥാപാത്രത്തിന് അയാൾ മരിച്ചു പോകുന്നതായിട്ടാണ്. കരൾ രോഗം ബാധിച്ചു മരിക്കുന്നു. അയാൾ സ്ഥിരമായിട്ട് അരിഷ്ടം കുടിക്കുന്നു. നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അയാൾ അരിഷ്ടം കുടിക്കുന്നത് മാത്രമല്ല, മകൻ ലഹരി ഉപയോഗിക്കുന്നുള്ള സംശയത്തിൽ മകൻ്റെ വായിൽ അരിഷ്ടം ഒഴിച്ചു കൊടുക്കുന്ന സീനൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രയോഗം, സ്ഥിരമായിട്ട് അരിഷ്ടം കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോവും എന്ന് ഉള്ള ഒരു പ്രയോഗത്തിലൂടെ തെറ്റായ സന്ദേശം നൽകുന്നു എന്നും പറഞ്ഞ് ഈ ആയുർവേദ ഡോക്ടേഴ്സും ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനികളും ഒക്കെയാണ് ഇപ്പോൾ അതിനകത്ത് രംഗത്ത് വന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ഒരു വിവാദം വന്നിരിക്കുന്നത് ഈ കുട്ടികൾ വഴിതെറ്റിക്കുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറഞ്ഞാണ് മറ്റൊരു വിവാദം. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ അത് സംബന്ധിച്ച് വരുന്നുണ്ട്. പക്ഷേ വഴി തെറ്റിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ വഴി തെറ്റുന്ന കുറേ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളവരാണല്ലോ. അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ ഇത് ഒരു ചിത്രീകരിച്ച് ഇതിനെ സിനിമയായി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിവൈകാരികതയിൽ പടുത്തുയർത്തിയ ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ വൈകാരികത ഈ ആളുകൾക്കെല്ലാം അവരുടെ സ്വന്തം ജീവിതമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ അത് ഇത്രയും ആൾക്കാർ അത് സിനിമയിൽ സ്വീകരിച്ചത് ഹിറ്റായിരുന്നു. അതായത് വാഴ 1 ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഈ വാഴ 2 ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, പക്ഷെ ആളുകൾക്ക് അതൊരു മടുപ്പ് തോന്നിച്ചിട്ടുമില്ല. ആദ്യത്തെ ഒരു 5 പേര് മാറി ഇപ്പോൾ ഒരു 5 പേര് വന്നു, 4 പേര് വന്നു എന്നുള്ളതാണല്ലോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ അതിന് ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതും അതുപോലെ അധ്യാപകനെ തല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള സീനുകളുണ്ട്. പക്ഷേ അവന്മാർ പിന്നീട് നല്ലവരായി മാറുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും കാണിക്കുന്നത് ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്താൽ, അപ്പോൾ കോളേജിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അടിയും അങ്ങനെയൊക്കെ ചെയ്താൽ ഹീറോകളായി മാറും എന്നൊരു ചിന്താഗതി. അതിനോട് അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ആ സിനിമയിലെ തന്നെ ഒരു ഡയലോഗ് കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ന് കിട്ടുന്ന ലഹരി പണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന വിമർശിക്കുന്ന തലമുറ ഒരുപക്ഷെ ഇന്നത്തെ തലമുറ പോലെ തന്നെ അന്നായിക്കൂടെ. അപ്പോൾ അന്നത് കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് ഈ അത്രയൊരു ലഹരി മാർഗങ്ങളിലേക്ക് അവർ പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇന്നത് ഉപയോഗിച്ചിരുന്നില്ല അല്ലെങ്കിൽ മാരക ലഹരി ഉപയോഗിച്ചിരുന്നില്ല, യുവതലമുറ മാത്രം വഴിതെറ്റുന്നു എന്നുള്ള രീതി കാണാൻ പറ്റത്തില്ല. അന്ന് ലഭ്യമായിരുന്നിട്ടുണ്ട് ഈ വാറ്റുചാരായം എന്നൊക്കെ പറയുന്നത് അന്നത്തെയൊക്കെ ഏറ്റവും കൂടിയ ലഹരി വസ്തുക്കളാണ്, കിട്ടാവുന്ന വസ്തുക്കളാണ്. അപ്പം അതൊക്കെ അന്നൊക്കെ ഉപയോഗിച്ച് ഏറ്റവും ഉപയോഗിച്ച് ശീലമാക്കിയ തലമുറയാണ് ഇന്ന് ഈ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുന്നത്. അപ്പം പഴയ തലമുറയ്ക്ക് വിമർശിക്കണേലും അതിനൊരു യോഗ്യത വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെയൊക്കെ കാലത്ത് പട്ടച്ചാരായമാണ് ചെറുപ്പത്തിൽ. സിഗരറ്റ്, പട്ടച്ചാരായം, തമ്പാക്ക് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ സുഗന്ധമുറുക്കാൻ എന്ന് പറഞ്ഞൊരു സാധനം വരുമായിരുന്നു. അതിപ്പോഴും എനിക്ക് തോന്നുന്നു ബംഗാളികൾ ചവച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് ഏറ്റവും സുലഭമായിരുന്നത് പട്ടയാണ്. പട്ട, വാറ്റുചാരായം. ഈ ആന്റണി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പട്ടയും വാറ്റുചാരായം ഒക്കെ നിരോധിക്കുന്നത്. ചാരായം നിരോധിക്കുന്ന ആന്റണി സർക്കാരാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഈ കേരളത്തിൽ ഈ വിദേശ നിർമ്മിത ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, അതാണ് ഇപ്പോൾ നമ്മുടെ ബിവറേജുകളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആ സിനിമയിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വാഴ 2 തന്നെ സമീപത്തുള്ള കടക്കാർ കൊണ്ട് ബീഡി സിഗരറ്റും ഈ പറഞ്ഞ തമ്പാക്കും വിറ്റിരുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ ഈ കഥാപാത്രങ്ങൾ MDMA വിൽക്കുന്നവരായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ ആ ഒരു ശീലത്തെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ശീലത്തെ, അപ്പം അതിനെ ഒരു മഹത്വവൽക്കരിക്കുന്ന സിനിമ എന്നുള്ള പേരിലാണ് ഇതിൻ്റെ വിമർശനങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുക. ഒരു കുട്ടികളെയും കാണിക്കാൻ പറ്റുന്ന ഒരു സന്ദേശം നൽകാത്ത ഒരു സിനിമയാണെന്ന് ആണ് നമ്മുടെയൊക്കെ ചില വാർത്തയുടെ അടിയിൽ ഓരോരുത്തരൊന്ന് കമന്റ് ഇടും. പക്ഷേ സന്ദേശം നൽകാത്തത് എന്നല്ല, അതിലെ നല്ല വശം കാണാതെ പോകുന്നു എന്നേ പറയാൻ പറ്റും. നമ്മൾ ഈ ഇത്തരം ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം അവരെ അങ്ങ് ശത്രുക്കളായി കണ്ട് അവരെ മാറ്റി നിർത്തുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവഗണിക്കപ്പെടുന്നവൻ അവൻ മറ്റു പലതിലും അഭയം തേടും. അപ്പം അവഗണിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞൊരു സന്ദേശം അതിൽ നൽകുന്നുണ്ട്. ആ സന്ദേശം കാണാതെ നമ്മൾ ഒരു വശം മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു വിമർശനം മാത്രമായിട്ട് എനിക്കത് തോന്നുന്നുള്ളൂ. ഈ ആദ്യത്തെ വാഴയുടെ ഒരു ടാഗ് ലൈൻ എന്തായിരുന്നു? എപ്പിക് ഓഫ് എ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആണ്. ഇതിപ്പം ബയോപിക് ഓഫ് എ മില്യൺ ബ്രോസ് എന്നാണ്. ആദ്യത്തേത് ശരിക്കും കൂട്ടുകാരുടെ കഥയാണ്. ഇത് പക്ഷേ കുടുംബ ബന്ധങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കഥയാണ്. സിബ്ലിങ്സുകൾ, അതായത് കൂടെ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ. പക്ഷെ അതിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന ചില യാഥാർത്ഥ്യം വെച്ചാൽ, ഇപ്പോൾ
നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും വിദേശത്തേക്ക് കുടിയേറി പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ അനുഭവിക്കുന്ന വിഷയങ്ങൾ അതോടൊപ്പം തന്നെ നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും പുച്ഛിച്ച് തള്ളുന്നവരെ നാളെ കൂടെ നിൽക്കാൻ കാണുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം കൂടി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേയൊക്കെ നമ്മൾ ആ സിനിമ ഒരുപാട് നല്ല വശങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ആ നല്ലത് കാണാതെ മോശത്തിനെ മാത്രം കാണുന്നത് കൊണ്ടാണ് ആ സിനിമ ഇത്ര ഒരു മോശം സന്ദേശമാണ് നൽകുന്നതെന്ന് പറഞ്ഞൊരു അത് എന്താണ് വിമർശിക്കുന്നവർ അതിനൊരു കാരണം കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അരിഷ്ടം കുടിച്ചിട്ട് ഇത് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഈ മരുന്ന് കമ്പനികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിന് യാതൊരു ശാസ്ത്രീയതയില്ല, അങ്ങനെയാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള 2 പേര് ഈ അരിഷ്ടം കുടിച്ച് മാത്രം മരിച്ചുപോയ ആൾക്കാർ. പക്ഷേ അപ്പോൾ വേണമെങ്കിൽ ഒരു മറു ചോദ്യം ചോദിക്കും, പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കും. കാരണം അന്നും അരിഷ്ടം കുടിച്ചിരുന്നവരുണ്ട്. അപ്പോൾ തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് അവർ ചോദിച്ചാൽ അല്ല, അതിനകത്ത് ഇപ്പം നമുക്കറിയാം, നമുക്ക് ഈ അരിഷ്ടം തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ അന്ന് യഥാർത്ഥ പച്ചമരുന്നുകളും എല്ലാം നാട്ടിൻ പുറത്ത് വളരുന്ന സാധനങ്ങളിട്ടാണ് ഉണ്ടായിക്കൊണ്ടത്. ഇപ്പം ഇതിനായിട്ട് കുറച്ച് നട്ടു വളർത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് വാങ്ങിയെടുക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് വാങ്ങുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരും. ഇതിനകത്തൊക്കെ എത്രത്തോളം അതിൻ്റെ ആ ഒറിജിനലായിട്ടുള്ള സസ്യങ്ങളുടെ ഒരു ചേരുവ നിലനിർത്താൻ കഴിയുമെന്നുള്ളത് ഒരു പ്രശ്നം. 2, ഈ പറയുന്ന അരിഷ്ടം എന്ന് പറയുന്ന സംഭവം അത് ഒരു കാലപ്പഴക്കം കഴിയുമ്പോഴേക്കും അതിനൊരു ആയുർവേദ ഡോക്ടേഴ്സ് ഒരു കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ജസ്റ്റിന് ഇപ്പോൾ ഒരു അസുഖമാണ്, ജസ്റ്റിന് അവരത് ഒരാഴ്ചത്തേക്കായിരിക്കും കുറിക്കും. നമ്മളെന്ത് ചെയ്യുമെന്നറിയോ, ഈ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പോയി ഇത് മേടിക്കും. ഇതിനൊരു അഡിക്ഷനുണ്ട്, ഈ അരിഷ്ടത്തിനൊരു അഡിക്ഷനുണ്ട്. നമ്മൾ ഒരു ദിവസം കുടിക്കുമ്പോൾ ചെറിയൊരു പരിപ്പ് പോലൊക്കെ വരുന്ന അരിഷ്ടങ്ങളുണ്ട്. മദ്യത്തിന് പകരമായിട്ട് അതത്ര തീർത്തും അംഗീകരിക്കപ്പെടാവുന്ന ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഈ സ്ഥിരമായിട്ട് നമ്മളാണെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് മരുന്ന് കുറിച്ച് തന്നാൽ നമുക്ക് അടുത്ത തവണ ഇതേ അസുഖം വരുമ്പോൾ നമ്മൾ പോയി ഈ മരുന്നിൻ്റെ പേര് പറഞ്ഞ് മേടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ അരിഷ്ടം കുറിച്ച് കൊടുക്കുന്നത് അത് ഇത്ര കാലത്തേക്ക് മാത്രമായിരിക്കും അരിഷ്ടം കൊടുക്കുക. അത് ഇത്ര ഔൺസ് ഇത്ര നേരം ഇങ്ങനെ വേണം കഴിക്കാൻ. പക്ഷെ അപ്പൊ അതേ രീതിയിൽ കഴിച്ച് അവസാനിപ്പിക്കുന്നവരുണ്ട്, നമുക്ക് ചുറ്റും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ അരിഷ്ടത്തിന് അഡിക്റ്റ് ആയിട്ട് പോയിട്ട് ഈ കരൾ ദ്രവിച്ച് മരിക്കുന്ന ആൾക്കാർ, കരൾ മാത്രമല്ല പാൻക്രിയാസ്, അങ്ങനെയുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഇത് കേടു സംഭവിക്കുന്നുണ്ട്. ഇത് മദ്യത്തെക്കാൾ വിനാശകാരിയാണ് ഈ അരിഷ്ടമെന്നാണ് പറയുന്നത്. അത് എനിക്കറിയാം, നമ്മുടെ പരിചയത്തിൽ ഒരാൾ സ്ഥിരമായിട്ട് അരിഷ്ടം അടിച്ചുകൊണ്ടിരുന്നവരാണ്. അതുപോലെ ഈ കോവിഡ് കാലത്ത് ഈ മദ്യം കിട്ടാത്ത ഒരു അവസ്ഥ വന്നില്ലേ. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ ക്യൂ ഉണ്ടായിരുന്നത് ഈ ആയുർവേദ വൈദ്യശാലകൾക്ക്. അപ്പം എനിക്ക് പരിചയമുള്ള ഒരു ആയുർവേദ ഡോക്ടറോട് ഞാൻ ചോദിച്ചാണ്, നിങ്ങൾ ഈ അരിഷ്ടം അവർ വരുന്ന ഇത്ര രൂപയ്ക്ക് അരിഷ്ടം കുടിക്കും. അപ്പോൾ ഞാൻ ഇത് കുടിച്ചാൽ ചെറിയ കിക്കുണ്ട്, പക്ഷേ ഞാൻ ഇത് അപകടമല്ലേ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിരന്തരം ഉപയോഗിച്ച അപകടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ ആവുന്ന ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക, അതിപ്പോൾ നമ്മളിത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾക്കാർ വന്ന് ചോദിക്കുന്നു, കൊടുക്കുന്നു. അപ്പോഴും ഈ സിനിമ പറയുന്നത് പോലെ അത് സ്ഥിരമായിട്ട് അരിഷ്ടം കുടിക്കുന്ന ഒരാളുടെ കുഴപ്പം കൊണ്ടല്ല അത്തരം ഒരവസ്ഥ വന്നത്. അപ്പോൾ അല്ലാതെ ആ അരിഷ്ടത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നില്ലല്ലോ. അല്ല, പക്ഷേ ഇന്നിപ്പം ഇവർ വന്നിരിക്കുന്ന എന്താണ്, അതൊരു തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യം സത്യമാണ്, ഇത് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന കാര്യം സത്യമാണ്. കാരണം നിരന്തരം അരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അരിഷ്ടം എന്നല്ല ഏത് മരുന്നും. അതെ, എന്നാൽ ഇത് ഇച്ചിരി വേഗത്തിൽ നമ്മുടെ കരളിനെ നശിപ്പിക്കും. ഇപ്പം മദ്യം ഒരുപാട് കഴിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിച്ചടിച്ച് ഒരു ഇതുമില്ലാതാണല്ലോ ഈ കരളടിച്ചു പോകുന്നത്. ഇതങ്ങനെയല്ല, ഇത് സ്ഥിരമായിട്ട് ഒരു ചുരുങ്ങിയ കാലയളവിൽ കഴിച്ചാൽ മതി സ്ഥിരമായിട്ട്. ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ സിനിമ ഇപ്പോൾ ഇത്രത്തോളം വിജയിച്ചപ്പം അതൊരു തെറ്റായ സൂചന നൽകുന്നു. അത് കാരണം ആൾക്കാർ മരുന്ന് കഴിക്കാൻ മടിക്കും എന്നൊക്കെയാണ് ഇവരുടെ ഒരു അവകാശമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവയവക്കടത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടില്ല എന്ന് കരുതി ആളുകൾ ആശുപത്രിയിലേക്ക് പോകാതിരിക്കുന്നില്ലല്ലോ. അതെ, അപ്പോൾ അത് എന്താ, ഈ ഒരു സിനിമ ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് നാളെ മറ്റൊരു സിനിമ ഹിറ്റാകുമ്പോഴത്തേക്ക് ആ വിവാദവും ആ വഴിക്ക് പോകും. അത് ആ സിനിമ ഹിറ്റാവുമ്പോൾ ഉള്ള ഒരു വിവാദത്തിന് വേണ്ടി മാത്രം കണ്ടെത്തുന്ന ചില പോയിന്റുകളായിട്ടേ അതിനെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും ഈ വാഴ 1ഉം 2ഉം കണ്ട പ്രേക്ഷകരാണല്ലോ നമ്മൾ രണ്ടുപേരും. അപ്പോൾ ശരിക്കും ഒരു സൂപ്പർ താരങ്ങൾ പോലും ഇല്ലാതെയാണ് ഈ സിനിമ വിജയിപ്പിച്ചത്. ഇതുകൊണ്ടാണ് നമ്മൾ സിനിമയെ സംവിധായകൻ്റെ കല എന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ഒരുപറ്റ യുവാക്കളാണ്, അവരത് മനോഹരമായിട്ട് ആ സംഭവം അതിൽ മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവ്. കാരണം ഇപ്പോഴും അന്യഭാഷാ സിനിമകൾ അവരൊരു സ്ഥിരം പാറ്റേൺ ഉണ്ട്, ഈ ഫൈറ്റ്, ഡാൻസ്, നായികയുടെ പ്രാധാന്യം, അങ്ങനെ ആ ഒരു സ്ഥിരം പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ മലയാള സിനിമ അതിൽ നിന്നൊക്കെ
വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് മാറി തുടങ്ങി. അപ്പോൾ ആ മാറ്റം എന്താണ് ഒരിക്കലും ഒരു മോശമല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ 1, 2 സിനിമയുടെ വിജയമാണേലും എല്ലാം തന്നെ. ഇതൊരു ബഹളം ഇല്ലാതെ വന്നാണ്, പെട്ടെന്നാണ്. ഇപ്പോഴും നമുക്കറിയാം എല്ലാ നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുക, എല്ലാ തിയേറ്ററുകളിലും ഇത് ഹൗസ്ഫുൾ ഈ സിനിമ. ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് ഒരു മാസം ആകാറായി. ഇതെല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിട്ടാണ് ഈ സിനിമ ഓടുന്നത്. അപ്പം വാഴ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പ്രേക്ഷകരെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ഇപ്പോൾ പ്രേക്ഷകർ പലതരത്തിലുണ്ട്. ഒന്ന്, സമയം കളയാൻ വേണ്ടി സിനിമ കാണാൻ പോകുന്നു. 2, ഈ പരീക്ഷ എല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ആകാൻ വേണ്ടി ഫാമിലിയായിട്ട് സിനിമ കാണാൻ പോകുന്നു. അപ്പം ആ ആദ്യ നാളുകളിൽ ഇതിന് അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിംഗ് ആണ് ഉണ്ടായിരുന്നത്. ആദ്യ നാളുകളിൽ വെക്കേഷൻ കഴിഞ്ഞ് ആദ്യം ഇറങ്ങിയ സിനിമ എന്നുള്ള നിലയിലാണ് അത് മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ അത് ആദ്യം ആടാണ് ഇറങ്ങുന്നത്. ആടിറങ്ങുന്നു. ആടിറങ്ങിയ ശേഷം അപ്പോഴത്തേക്കാണ് ആടിനെ കവച്ച് വെച്ച് ഈ വാഴ കയറിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് അത് പ്രതിപാദിക്കുന്ന ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പം എൻ്റെ മകൻ കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എന്നെ അത് വൈകാരികമായിട്ട് സ്വാധീനിക്കും. അത് തന്നെയാണ് സിനിമയുടെ ആ മകനെയും അത് സ്വാധീനിക്കും. അപ്പം നമ്മൾ അതിനകത്ത് തന്നെ ഏറ്റവും രസകരമായ ഒരു സംഭവമുണ്ട്. ഒരു നടന്ന സംഭവത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം, ഈ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ആ സീൻ. അത് ബിജുക്കുട്ടൻ, അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ വൈറലായതാണ്. ഈ ഓണം വരുമ്പോൾ വിദ്യാസാഗറിൻ്റെ പാട്ടിൻ്റെ മ്യൂസിക് വരുന്നു എന്ന് പറഞ്ഞ പോലെ വിഷു വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ വിഷുവാശംസകൾ വരുന്ന ഈ പടക്കം കത്തിച്ചിട്ട് ഓടി മറിഞ്ഞു വീഴുന്ന ആ മനുഷ്യനാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ബിജുക്കുട്ടനെ കാണാൻ പോയി. അതിലാണ് നമുക്ക് നമ്മളെ അമ്പരപ്പിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ നടന്ന അതേ സംഭവങ്ങള് മുൻപ് നടന്നത് തന്നെയാണ്. എന്നാൽ ഇത് കഥാകാരനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ മുന്നിൽ ആ മനുഷ്യൻ കത്തിച്ചിട്ട് ഓടി മറിഞ്ഞു വീഴുന്നതേ ഉള്ളൂ. അതിനൊരു എക്സ്റ്റൻഷനാണ് ഈ സിനിമയിൽ കൊടുത്തത്. അപ്പൊ ബിജുക്കുട്ടന്റെ അടുത്തേക്ക് ഈ മകൻ ഓടി വരുന്നതും ബിജുക്കുട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. സത്യത്തിൽ അവിടെയും അതാ സംഭവിച്ചത്. അതാണ് നമ്മളെ അമ്പരപ്പിച്ച ഒരു കാര്യം. ആ ഒരു സിനിമയിൽ ഇവിടെ തിരക്കഥാകൃത്ത് ഭാവനയിൽ കണ്ടതാണ് ഇങ്ങനെ ഈ മനുഷ്യൻ മറിഞ്ഞു വീഴുമ്പം ഇത്രയും പ്രായം കുറവുള്ള മനുഷ്യൻ, അച്ഛൻ എന്തോ പറ്റി, ആകെ അച്ഛൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ അമ്മ മരിച്ചുപോയി, അങ്ങനെയല്ലേ സിനിമയിലെ കഥ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ആ സമയം സംഭവിക്കുക എന്നുള്ളത് ആ തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ വന്ന ഒരു സംഭവമാണ്. മാത്രമല്ല ഇത്രയും നാളും ആ വീഡിയോ കണ്ട് ചിരിച്ച ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗം. ഇതിപ്പോ നാളെ ഇനി ആ വീഡിയോ കണ്ടാൽ ഒരുപക്ഷെ നമ്മൾ ചിരിക്കില്ല. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ മോൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അച്ഛൻ എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ആ മനുഷ്യൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. പണ്ട് നമുക്കറിയാം മെട്രോ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോയ ചെവി കേൾക്കാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം വെള്ളം അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞൊരു വലിയ ഇത് വന്നല്ലോ. അതിനെ തുടർന്ന് അങ്ങനെ ഒരു സിനിമയും വന്നു. അതിനെ വികൃതി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയും വന്നു. ഏതാണ്ട് അതേപോലെയാണ് ഈ വൈറലായി ഈ സീനിനകത്ത് ആ മനുഷ്യൻ ബിജുക്കുട്ടനെ ചെന്ന് കണ്ടു. ബിജുക്കുട്ടൻ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അപ്പോഴാണ് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകൾ പുറത്തു വരുന്നത്. അയാൾ പറയുന്നുണ്ട് ആത്മഹത്യ വരെ ചെയ്യാൻ പോലും തോന്നി, അത്ര ഇതായിട്ട്. കാരണം ഇത് സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിങ്ങോ അത്രയും വൈറൽ ഇത് ഉണ്ടാകുന്ന ഒരു സമയത്ത് ഷൂട്ട് ചെയ്തതേ അല്ലത്. ആ മനുഷ്യൻ വീഴുന്നത് എത്രയോ വർഷം മുമ്പുള്ള, എനിക്കത് 10 വർഷത്തിന് മേൽ, 10 അല്ല അതിന് മേളിൽ ഇതുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം സിനിമയെ കൊണ്ടുവന്നുകൊണ്ട് ആ മനുഷ്യനെ കൂടി പുറം ലോകം അറിഞ്ഞു. ഈ വീഡിയോ ഇനി കാണുമ്പോൾ ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാനുള്ളൊരു പ്രേരണ തോന്നും. എന്തായാലും വാഴ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാള സിനിമയുടെ ഒരു നേർവഴി വിട്ട്, നേർവഴി എന്നല്ല, ഒരു സ്ഥിരം വഴി വിട്ടു. അതിൽ കാണാതെ പോകാൻ ചർച്ച ചെയ്യേണ്ടത് തന്നെ മറ്റൊരു പോയിന്റ് ആയിരുന്നു അൽഫോൺസ് പുത്രന്റെ കഥാപാത്രം അവതരിപ്പിച്ച ആ പോലീസുകാരന്റെ കഥാപാത്രം. അതില് ആ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനും പഠിപ്പിക്കാനായിട്ടൊക്കെയാണ്, അല്ലെ മതം അല്ലെ ആ ജാതി അതിനുള്ളതാണ്, അതിന് പള്ളിയും അമ്പലവും ഒക്കെ ഉണ്ടെന്ന്. അത് സത്യം പറഞ്ഞാൽ അത് ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു ഡയലോഗ് ആയിരുന്നത്. കാരണം നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഈ എറണാകുളത്തെ സ്കൂളിൽ ഉൾപ്പെടെ മതം സംബന്ധിച്ചുള്ള വിഷയം. അപ്പം അത് അല്ലെങ്കിൽ നമ്മൾ ഒരു മതത്തിനെ മാത്രമല്ല, അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് ചിന്തിപ്പിക്കുന്ന ചില സംഭാഷണം ആ സിനിമ നമ്മളെ കൊണ്ട്. മതം പഠിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസകളിലോ മതപാഠശാലകളിലോ വിട്ടാൽ പോരെ, മതി, അല്ലെങ്കിൽ പള്ളികളിലോ വിടേണ്ട കാര്യം എന്താണ്? അത് ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു ഡയലോഗാണ്. അത് നല്ല കഥാപാത്രങ്ങളാണ്. ഇപ്പൊ വാഴ 1-ലാണെങ്കിൽ ആ വേഷം ചെയ്തത്, ഇതേപോലെ വേഷം ചെയ്തത് നമ്മുടെ സംവിധായകനാണ്, ബേസിലായിരുന്നു. ഇതിൽ അൽഫോൺസ് പുത്രൻ വന്നു. പിന്നെ ഇതെല്ലാം കോർത്തിണക്കുന്ന ഒരു സീനുണ്ട്. അത് പിന്നെ ഇതിനകത്ത് അവർ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സിനിമയാകുമ്പോൾ വരും.
എങ്കിലും നമ്മളത് കണ്ടുപോകുമ്പോൾ നമ്മളത് അവഗണിച്ച് പോകാന്നേ ഉള്ളൂ. എന്തായാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വാഴ 1-നേക്കാട്ടിൽ ഹിറ്റായി ഈ വാഴ 2. വാഴ 1 ഇത്രയും ഹിറ്റായില്ല. വാഴ 1 ഹിറ്റാകുന്നത് സോഷ്യൽ ഇതിൽ വന്നതിന് ശേഷം, OTT വന്നതിന് ശേഷമാണ് വാഴ 1 വലിയ ഹിറ്റാകുന്നത്. രണ്ടും എനിക്ക് ആളുകളുടെ ജീവിതത്തിലേക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് സിനിമകളിലുണ്ട്. അത് തന്നെയാണ് ഇതിനെ വിജയിക്കാൻ കാരണമായ രണ്ട് കാരണങ്ങൾ അതൊക്കെയായിരുന്നു. എന്തായാലും ഒരു സൂപ്പർ താരങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ലാതെ വന്ന വലിയ വമ്പൻ ഹിറ്റായി വാഴ മാറിയിരിക്കുക.